ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? കുറച്ച് നാളധികമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞാവയുടെ പ്ലേയിങ് ടൈമാണ് ഇപ്പോൾ. രാവിലെ തന്നെ കുറച്ച് സമയം അവളിങ്ങനെ കിടന്ന് കളിക്കാറുണ്ട്. നമ്മളോടൊക്കെ സംസാരിച്ച് ആംഗ്യം കാണിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് ഞങ്ങൾ. നമ്മുടെ ഈ ജോലി തിരക്കിനിടയിലും നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലികൾ ചെയ്യുക. നമുക്ക് ടെൻഷൻ ഉണ്ടാകാം, ചിലപ്പോൾ അവർ കുരുത്തക്കേട് കാണിച്ചിരിക്കാം. പക്ഷേ അവരുടെ എല്ലാ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും നമ്മുടെ കെയറിങ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ കുറച്ച് കറികളൊക്കെയാണ് ഉണ്ടാക്കിയത്. അവിയലും രസവും എനിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞങ്ങളിത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീനിന് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള വാള മീൻ കിട്ടി. അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മ ഇന്ന് നല്ല ഫ്രഷായിട്ട് വാളക്കറിയൊക്കെ വെച്ച് തരും. വാള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അമ്മ. എങ്ങനെയുണ്ട് വാള? നല്ല എമണ്ടൻ വാളയല്ലേ? ജുവാൻ ഇവിടെ കുളിച്ച് സുന്ദരനായി സ്പ്രേ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഞങ്ങളൊരു യാത്ര പോവാണ്, പറഞ്ഞില്ലല്ലേ? ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഞാനും ജുവാനും ഇച്ചാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വാവേനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകണം. വാള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറുക്കി വരട്ടെ. മീൻകറി കൂടി ആയിക്കഴിഞ്ഞാൽ ഉച്ചയുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ജുവാൻ ഇവിടെ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറൊരിടത്തുമല്ല, വാക്സിൻ എടുക്കാനാണ്. ജുവാൻ 5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ജുവാൻ അതിനൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ കുഞ്ഞാവയ്ക്ക് ഇതിന് മുന്നെയാണ് ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പനിയും വേദനയൊക്കെ ജുവാൻ കാണുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു പേടിയുണ്ടാവും. അല്ലാണ്ട് അവൻ ഹാപ്പിയാണ്. അവൻ്റെ ഫയലൊക്കെ എടുത്ത് അവൻ ഇറങ്ങി. പക്ഷേ കുഞ്ഞാവ ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അമ്മയെടുത്ത് പോകാൻ. എൻ്റെ കൂടെ വരാനായിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. കുഞ്ഞുമക്കൾ എപ്പോഴും അങ്ങനെയാണല്ലേ, പെട്ടെന്ന് നമ്മളായിട്ട് അറ്റാച്ച് ചെയ്യുന്നവർ വിട്ടു പോകുമ്പോഴത്തേനും അവർക്കൊരു നിരാശയുണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ ബാക്ക് ടു നോർമലാവും. കാരണം അവരുടെ സിറ്റുവേഷൻ, അവരൊന്ന് ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവരൊക്കെ ആവും. പക്ഷേ അടുത്ത് നമ്മളെ കാണുമ്പോൾ അതിലും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഞങ്ങൾ വാവയോട് ബബ്ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇച്ചാനോടൊപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ജുവാന് ബബിൾസ് മേടിച്ചു കൊടുത്തു, മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തു. കാരണം കരയിപ്പിക്കേണ്ട, ഒന്ന് സന്തോഷത്തോടെ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ജുവാൻ ഹാപ്പിയാണ്. അവന് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് തേങ്ങാമിഠായി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് മേടിച്ച് ഞങ്ങളും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വീണ്ടും അംഗൻവാടിയിലോട്ട് പോവുകയാണ്. ഏകദേശം ഉച്ചയോടെടുത്ത സമയമാണ്. ഒരു 12 മണിയായി. ആ ടൈമിലാണ് ഞങ്ങളടുത്ത് പോകാൻ പറഞ്ഞത്. നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവരെത്തിയില്ല. അങ്ങനെ ജുവാൻ അവിടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് ബട്ടർഫ്ലൈയെ പിടിക്കാനുള്ള ഒരു കളിയിലാണ്. അപ്പോഴേക്കും വാക്സിൻ എടുക്കുന്ന ടീം എത്തി. അപ്പോൾ ഞങ്ങൾ ജുവാനെ കൊണ്ട് അകത്ത് പോവുകയാണ്. ആദ്യം ജുവാന് ഓറൽ പോളിയോ വാക്സിനാണ് സിസ്റ്റർ കൊടുത്തത്. അത് നമ്മൾ തുള്ളി മരുന്നായിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. അവൻ അതുവരെ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോഴത്തേനും കരയാൻ തുടങ്ങി. ഭയങ്കരമായ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ അവൻ കരഞ്ഞത്. സൂചിയുടെ കുത്തലും ആ കൈ നോക്കിയിട്ടായിരുന്നു അവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. അവന് ഭയങ്കര സങ്കടമായിപ്പോയി. അവർ പേടിച്ചിട്ട് നമ്മളൊരു കരയുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്ക് ടു നോർമലായി. പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ അവൻ ഓവർകം ചെയ്തു. പക്ഷേ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടായിരുന്നു കുറച്ച് നേരം നിന്നത്. പിന്നെ അവിടെ നിന്ന് സിസ്റ്റർ ടാബ്ലറ്റ് കൊടുത്തു, പാരസെറ്റാമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് വലിയ മിടുക്കനായിട്ടൊക്കെ നടക്കുന്നുണ്ടായി. മുഖത്തെങ്കിലും ഒരു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു, സിസ്റ്റർ എന്നെ കുത്തിയല്ലോ എന്നുള്ളൊരു വിഷമം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. എത്തിയതിനു ശേഷം ഞങ്ങൾ പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റൊക്കെ അവന് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവനെ ഉറക്കിയൊന്നും കിടത്തിയില്ല. വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധാരണ അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവനെ ചെയ്യിപ്പിച്ചു. അവിടെ ഒരു മീനുണ്ടായിരുന്നേ ഞങ്ങളുടെ ഒരു ബക്കറ്റിനകത്ത്. അതുകൊണ്ട് അവൻ കമ്പിയൊക്കെ കൊണ്ട് അതിനെ കുത്തി ഇളക്കുന്നുണ്ടായിരുന്നു. കൈയൊന്ന് അനക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോഴത്തേനും ഫ്രഷായി കുളിച്ച് സുന്ദരിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചെടിക്ക് വെള്ളം നനയ്ക്കാനായിട്ട് അവനോട് ഞങ്ങൾ പറഞ്ഞു. അതിനിടയിലാണ് ഞങ്ങളുടെ കുഞ്ഞു ഗാർഡനിൽ ഒരു പുതിയ ചെടിയെ കാണിച്ചു തരാൻ കേട്ടോ. ഒരു ജമന്തിയാണ്, പക്ഷേ ഒരു വെറൈറ്റി കളർ. പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. ഇത് നല്ല പൊക്കത്തിൽ പോയപ്പോൾ ഞാൻ കരുതി ഇനി ഇത്
നശിച്ച് പോകത്തുണ്ടായിരിക്കും, ഇനി ഇതിൽ പൂവൊന്നും വരത്തില്ല എന്ന്. പക്ഷെ ഞാൻ വെറുതെ അങ്ങ് നിർത്തിയിരുന്നതാണ്. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ കാശിത്തുമ്പ, പിന്നെ മല്ലിയില, ഇതൊക്കെ കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയുണ്ട് കാണിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ജമന്തീസൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ജുവാൻ നമ്മുടെ കറിവേപ്പിലയ്ക്കൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട്. കൈ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ മടക്കിയൊക്കെ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതുകൊണ്ട് അവൻ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായിട്ട് കൈ നോക്കിയിട്ട് സങ്കടം തോന്നുന്നുണ്ട് അവന്. അപ്പോഴത്തേനും വീണ്ടും കൈ മടക്കി വയ്ക്കും. പിന്നെ മുറ്റത്ത് അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിലുണ്ടായിരുന്ന ഫിഷിൻ്റെ പുറത്ത് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒരു കളി മൂഡിലോട്ടായി. സന്ധ്യയായി. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ നല്ലപോലെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ്. നന്നായിട്ട് ചന്ദ്രനെ കാണാൻ പറ്റി. പൂർണ്ണ ചന്ദ്രനാണെന്ന് താഴെന്ന് മനസ്സിലായത് കൊണ്ടാണ് മുകളിൽ പോയത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വാക്സിനേഷൻ ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു, ബൈ.